ഞാൻ ഒരു പെത്തോളജിസ്റ്റാണ്. പെത്തോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ MBBS കഴിഞ്ഞിട്ട് പെത്തോളജിയിൽ സ്പെഷ്യാലിറ്റി എടുക്കുന്ന ഡോക്ടറാണ് പെത്തോളജിസ്റ്റ്. അപ്പം നമ്മളുടെ ജോലിയുടെ ഒരു മേജർ ഭാഗം എന്ന് പറയുന്നത് രോഗനിർണയമാണ്. ഓക്കെ. അപ്പോൾ ഞാൻ ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മളുടെ ചർമ്മരോഗത്തിൻ്റെ രോഗനിർണയം ഉണ്ടല്ലോ, അതിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പറയാൻ വന്നത് ഒരു അവയർനെസ് വീഡിയോ ആയിട്ടാണ്. കാരണം നമ്മൾ ബയോപ്സിയും എടുക്കുന്നുണ്ട്. യൂഷ്വലി പെത്തോളജിസ്റ്റ് ബയോപ്സി എടുക്കാറില്ലെങ്കിലും നമ്മൾ ഈ ചർമ്മത്തിൽ നിന്ന് ബയോപ്സി എടുക്കാറുണ്ട്, സ്കിൻ ബയോപ്സി. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു രോഗി ബയോപ്സി എടുക്കാനായിട്ട് വന്നു. അപ്പോൾ ആൾ ഭയങ്കര പരിഭ്രാന്തനായി, ഭയങ്കര എൻ്റെ ഡോക്ടറെ എനിക്ക് ടെൻഷനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ബയോപ്സി ഇത് ചെറിയ പ്രൊസീജിയറാണ്, അതിൻ്റെ വേദനയുടെ പേടിയോ എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ സംഭവം അതല്ല. ഞാൻ ചോദിച്ചു എന്തിനാണ് പേടിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞത് ബയോപ്സി എടുക്കണം എന്ന് വിചാരിച്ചപ്പോൾ ആളുടെ പേടി ക്യാൻസർ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു പൊതുവേ ഒരു തെറ്റിദ്ധാരണയുണ്ട്. അതായത് ബയോപ്സി എടുക്കണം എന്ന് ഒരു ഡോക്ടർ പറയുകയാണെങ്കിൽ അതിനർത്ഥം അവർക്ക് ക്യാൻസർ സംശയമാണ് എന്നാണ് ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത്. എല്ലാ ആൾക്കാരും എന്നല്ല, ഒരു കുറച്ച് ആൾക്കാരെങ്കിലും അങ്ങനെ വിചാരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. അതങ്ങനെയല്ല. ബയോപ്സി എടുക്കുന്നതെന്ന് വെച്ചാൽ ക്യാൻസറിന് വേണ്ടി മാത്രമല്ല, അത് രോഗനിർണയം, എന്ത് രോഗമാണ് എന്ന് അറിയാൻ വേണ്ടി ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ബയോപ്സി. ക്യാൻസർ എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും ബയോപ്സി എടുക്കേണ്ട ഒരു രോഗം തന്നെയാണ്. പക്ഷേ എല്ലാ ബയോപ്സിയും ക്യാൻസറിന് വേണ്ടിയുള്ളതല്ല. ഒരു ദിവസം നമ്മളിപ്പോൾ ഒരു കേസ് കാണുന്നുണ്ടെങ്കിൽ അതിലെല്ലാം ക്യാൻസറൊന്നുമല്ല, ഒരു ശതമാനം ക്യാൻസർ ഉണ്ടാവും. പക്ഷേ മിക്കതും ക്യാൻസറൊന്നും അല്ലാത്ത വലിയ കുഴപ്പമില്ലാത്ത പ്രശ്നങ്ങളായിരിക്കും. ചർമ്മത്തിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അതിൽ മിക്കവാറും അല്ലാത്ത കണ്ടീഷൻസ് ആയിരിക്കും. ഇപ്പോൾ നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻസ് വരാം. ഇപ്പോൾ നമുക്ക് സോറിയാസിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സോറിയാസിസ് ആവാം, അല്ലെങ്കിൽ ലൈക്കൻ പ്ലാനസ്, അങ്ങനെ കുറേ രോഗങ്ങളുണ്ട്, ചർമ്മരോഗങ്ങൾ മിക്കതും ക്യാൻസർ അല്ല. ഈ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു പേടി ആൾക്കാർക്ക് ഉണ്ട് എങ്കിൽ അത് അസ്ഥാനത്താണ്. അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതിനർത്ഥം ബയോപ്സിയിൽ റിസൾട്ട് ക്യാൻസർ വരില്ല എന്നുള്ളതല്ല, വന്നേക്കാം. പക്ഷേ മിക്ക ബയോപ്സിയും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് ക്യാൻസറിന് വേണ്ടിയല്ല. അപ്പോൾ അവർക്കൊരു മരുന്ന് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ ക്ലിനിക്കലി ഫുള്ളി മനസ്സിലാവണം എന്നില്ല എല്ലാ രോഗങ്ങളും. അപ്പോൾ അങ്ങനെ സംശയം ദൂരീകരിക്കാനും അല്ലെങ്കിൽ അവരുടെ സംശയം ശക്തിപ്പെടുത്താനും ഒക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർക്ക് ഒരു ഐഡിയയും കിട്ടാത്തപ്പോൾ ചിലപ്പോൾ ഒരു റിസൾട്ടിൽ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ട് റിസൾട്ട് വന്നേക്കാം. അപ്പോൾ അതൊക്കെ ട്രീറ്റ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യും. ബേസിക്കലി ഇതൊരു രോഗനിർണയത്തിനുള്ള ടെസ്റ്റ് മാത്രമാണ്. ക്യാൻസർ എന്നത് എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും പേടിയായിട്ട് അങ്ങനെ ഒരു ഭീതി വന്നതുകൊണ്ട് ആണ് ആൾക്കാർ എല്ലാം ബയോപ്സിയും ക്യാൻസർ എന്ന് ചിന്തിക്കുന്ന ഒരു സ്ഥിതിഗതിയിലേക്ക് വന്നത്. അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ എടുത്തത്. കാരണം ഇങ്ങനെ ഒരുപാട് പേര് പേടിക്കുന്നുണ്ടാവും, അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ചില വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും. എനിക്ക് ആൾക്കാരുടെ ഇടയിൽ കാണുന്ന സംശയങ്ങളും അല്ലെങ്കിൽ എനിക്ക് തന്നെ സമൂഹത്തിലെ ആൾക്കാർക്ക് അറിയണം എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ചെറിയ മെഡിക്കൽ കാര്യങ്ങൾ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ എളുപ്പമുള്ളതുമാണെന്ന് തോന്നുന്ന കാര്യങ്ങളെപ്പറ്റി ചിലപ്പോൾ സംസാരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തെപ്പറ്റി അറിയണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ, പെത്തോളജി റിലേറ്റഡ് ആണ്, മെഡിസിൻ റിലേറ്റഡ് ആണ്, മെഡിസിൻ എല്ലാം എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ദൂരീകരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ.